റുപ്പിമങ്കിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ടുള്ള വീഡിയോ സീരീസിന്റെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിദേശ രാജ്യത്തുള്ള ആളുകൾക്ക് ഇന്ത്യയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കാൻ സാധിക്കുമോ, ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണെന്നുള്ളത്. ഒരു വർഷത്തില് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് ഏപ്രിൽ 1 മുതൽ തൊട്ടടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള കാലയളവിനെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുക. ഈ ഫിനാൻഷ്യൽ ഇയറിൽ 365 366 ദിവസം ഉണ്ടായിരിക്കുമല്ലോ. ആ 365 ദിവസത്തില് 183 ദിവസം അതിൽ കൂടുതലോ വിദേശത്ത് താമസിക്കുന്ന ആളെ വിദേശ ഇന്ത്യക്കാരൻ എന്നാണ് വിളിക്കുക, NRI എന്നുള്ളതാണ് വിളിക്കുക. ഇന്ത്യയിലെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ഒരു സ്ഥാപനത്തിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, സ്ഥിര നിക്ഷേപങ്ങൾ ഇടുന്നതിനായിട്ട് NRIകൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നോൺ റെസിഡന്റ് ഇന്ത്യൻസിന് ഇന്ത്യയിലെ ഒരു സ്ഥാപനത്തിലും, അതിപ്പോ ബാങ്ക് ആവട്ടെ, ട്രഷറി ആവട്ടെ, KSFE ആവട്ടെ, പ്രൈവറ്റ് ബാങ്കുകളാവട്ടെ, നിധി കമ്പനികളാവട്ടെ, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളാവട്ടെ, നിയമപരമായിട്ട് ഒരു NRIക്ക് നിക്ഷേപിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പലരും നെറ്റിച്ചൊളിക്കും. കാരണം എന്താ, ഞങ്ങളൊക്കെ അതിൽ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ചെയ്തിട്ടുള്ള നിയമപരമായിട്ട് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഭാവിയിൽ ഇത് നിങ്ങൾക്ക് ടാക്സിന്റെ പ്രശ്നങ്ങളും ടാക്സ് നോട്ടീസുകളും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. തുടർന്ന് ഇടാതിരിക്കുക. ഒരാള് NRI ആവുന്നതിന് മുൻപ് നിക്ഷേപിച്ചിട്ടുള്ള ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് NRI ആയതിനു ശേഷമാണ് അത് മെച്ചൂർ ആവുന്നുണ്ടെങ്കിൽ ആ സമയം വരെ അത് ഹോൾഡ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്. അല്ലാതെ പുതിയ ഡെപ്പോസിറ്റുകൾ NRI സ്റ്റേറ്റസ് കിട്ടിയിട്ടുള്ള ഒരാൾക്ക് പുതിയതായിട്ട് ഒരിക്കലും ഡെപ്പോസിറ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതേസമയം തന്നെ ചെറിയ ആവശ്യങ്ങൾക്കായിട്ട് നാട്ടിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, ട്രിപ്പുകൾക്ക് പോയിട്ടുള്ള ആളുണ്ടാവാം, ചെറിയ അസൈൻമെന്റുകൾക്ക് 2-3 മാസത്തേക്കൊക്കെ വേണ്ടി പോയിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ വിദേശത്ത് ഇരുന്നുകൊണ്ടും നമ്മൾക്ക് നാട്ടിലെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ പോകുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ, നാട്ടിൽ വന്നിട്ടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ നേരിട്ട് ബ്രാഞ്ചിൽ പോയി ഓപ്പൺ ചെയ്യാം. പക്ഷെ അതിലുമുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗം ഇപ്പോഴത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള സ്റ്റേബിൾ മണി കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നമ്മൾക്ക് വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നമ്മളുടെ ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിൽ OTP വരുത്താൻ സാധിക്കുന്നുണ്ട്. വരുമെങ്കിൽ ആ മൊബൈൽ നമ്പർ ആക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്റ്റേബിൾ മണി ആപ്പ് ഉപയോഗിച്ച് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഈ സ്റ്റേബിൾ മണിയുടെ ഈ ഒരു ഡെമോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രോഡക്റ്റ് ആണ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ. പല ബാങ്കുകളിലെ സേവിങ്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത്, പല ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത് അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നടക്കുന്ന ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും മികച്ചൊരു ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറയുന്ന ആപ്പ്. നിങ്ങളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏത് ബാങ്കിലും ഇന്ത്യൻ റിസർവ് ബാങ്ക് തരുന്ന പൂർണ്ണമായ സുരക്ഷിതത്വത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്യാനും വളരെ മികച്ച റേറ്റ്, ഏറ്റവും എളുപ്പത്തിൽ കിട്ടാനുള്ള ഓപ്ഷനാണ് സ്റ്റേബിൾ മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. സ്റ്റേബിൾ മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫിൻടെക് പ്ലാറ്റ്ഫോമാണ്. ഇവർ സാധാരണക്കാരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇടുന്നതിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ട് ഇന്ത്യയിലെ പല ബാങ്കുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള സർവീസ് തരുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക അതായത് ബാങ്കിൽ തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നതിനായിട്ട് അതിലെ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിസൺ ചാർട്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഫിക്സഡ് ഡെപ്പോസിറ്റ് കണ്ടെത്താനും ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് മൊബൈൽ നമ്പർ വേണം, ആധാർ കാർഡ്, പാൻ കാർഡ് വേണം. ഈ കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ കാണാനായിട്ട് സാധിക്കും. ഇത് എൻ്റെ ഫാദറിൻ്റെ അക്കൗണ്ടാണ്. അത് 25,000 രൂപയുടെ ഒരു FD ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ 895 രൂപ പലിശയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ സാധാരണ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കൂടാതെ കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, ടാക്സ് സേവിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഇതെല്ലാം ഇതിലുണ്ട്. ഇതിലിപ്പോൾ കാണിക്കുന്നത് പോലെ നിങ്ങൾക്ക് 9.1% വരെ ഇതിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഉത്കർഷ് ഫിനാൻസ് ബാങ്കാണ് അത് തരുന്നത്. അതുപോലെ ശ്രീറാം ഫിനാൻസിൻ്റെ കമ്പനി FDയിൽ 8.87 ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്. അതുപോലെ ബജാജ് ഫിനാൻസ് 8.6%, ശിവാലിക്ക് 8.3%, സൗത്ത് ഇന്ത്യൻ ബാങ്ക് 7.9% ഇൻട്രസ്റ്റ് റേറ്റ് തരുന്നുണ്ട്. ഇതെല്ലാം ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഈ കുറഞ്ഞു ഇരിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്റ്റേബിൾ മണി ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ 100% സേഫും സെക്യൂറും ആയിട്ടുള്ളൊരു FD എക്സ്പീരിയൻസ് തരിക എന്നുള്ളതാണ്. അതിനായിട്ട് ISO സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ്റെ 5 ലക്ഷം രൂപയുടെ ഒരു സെക്യൂരിറ്റി ഈ ഇതിലുള്ള FDകൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സാധാരണ ബാങ്കിൽ തന്നെയാണ് ഇതിൽ തന്നെ നിക്ഷേപിക്കുന്നത്. അതായത് ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. ലോക്കിൻ ഇല്ലാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. നിങ്ങൾക്ക് ഇതിൽ 200ഓളം ബാങ്കുകളിലുള്ള പലതരം FDകൾ, സീനിയർ സിറ്റിസൻസിൻ്റെയും അല്ലാതെയുമുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടുന്നത് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ മൊത്തത്തിലുള്ള FD ഓഫറിംഗ്സ് കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ കാലത്തേക്ക് ഏതൊക്കെ FDകളാണുള്ളത് എന്നുള്ളത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പബ്ലിക് ബാങ്കുകൾ, പ്രൈവറ്റ് ബാങ്കുകൾ, സ്മോൾ ഫിനാൻസ് ബാങ്കുകൾ, കമ്പനി ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഒക്കെ നിങ്ങൾക്കിവിടെ അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്ര കാലത്തേക്കാണ്, ഏത് ബാങ്കാണ്, പല ഡ്യൂറേഷനുള്ള ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ
ഞാൻ ഫിൻകെയർ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒരു എക്സാമ്പിളിനായിട്ട് എടുത്തിട്ടുണ്ട്, ഇത് റെക്കമെൻഡേഷൻ അല്ല. അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് 750 ദിവസത്തേക്ക് 8.61, സീനിയർ സിറ്റിസന് 9.21, അതുപോലെ പല ഡ്യൂറേഷന് അങ്ങനെയുണ്ട്. അതുപോലെ ടാക്സ് സേവിംഗ് FDകൾ 8.6% ലഭിക്കുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഫിൻകെയർ ബാങ്കിലാണെന്നെങ്കിൽ 38,259 രൂപ പലിശ കിട്ടും. അതുപോലെ അതേസമയം SBIയിൽ അതിലും താഴ്ന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റാണ് കിട്ടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. കാൽക്കുലേറ്റ് മൈ റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ ബാങ്കിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും നിങ്ങൾക്ക് ഇതിൽ കാണിക്കാനായിട്ട് സാധിക്കും. ഇൻഷുറൻസ്, പരിരക്ഷ, അതുപോലെ മെച്യൂരിറ്റി ബെനിഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിലേക്ക് വരുന്നത്, അങ്ങനെ എല്ലാം കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്യുന്നത് ഒരു 750 ദിവസത്തെ 8.61% ഇൻട്രസ്റ്റ് റേറ്റിലൊരു ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ 25,000 രൂപ ഇതിലേക്ക് നിക്ഷേപിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ്. 25,000 രൂപയ്ക്ക് 8.61, സാധാരണ ആളായതുകൊണ്ട് 8.61, സീനിയർ സിറ്റിസൺ ആണെന്നുണ്ടെങ്കിൽ 9.21 ലഭിക്കും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന മെച്യൂരിറ്റി എമൗണ്ട് 29,782 രൂപയാണ്. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് സാധിക്കും. അതുമായിട്ട് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അത് നമ്മൾ കൺഫേം ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൺഫേം ചെയ്തതിന് കൊടുത്തതിന് ശേഷം നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, അതുപോലെ നമ്മുടെ മറ്റുള്ള പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ ചെറിയൊരു ഷോർട്ട് വീഡിയോ വെച്ചുകൊണ്ട് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നെക്സ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയും അതാത് ബാങ്കിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമുക്ക് തിരികെ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അടക്കം നമുക്ക് തിരികെ കാണാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ ശിവാലിക് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ശിവാലിക് ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അവിടെ ഒരു SBI മറ്റുള്ള അക്കൗണ്ടുകളൊന്നും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട എന്നുള്ള ഗുണമുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാദർ 25,000 രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡെപ്പോസിറ്റ് റെസിറ്റാണ് കാണുന്നത്. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കിലാണ് അദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് അവിടെ FD മാത്രമേ ഉള്ളൂ, SBI അക്കൗണ്ട് അവിടെ ഓപ്പൺ ചെയ്യേണ്ടി വന്നില്ല എന്നുള്ളത് മറ്റൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇതുപോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഏത് ബാങ്കിന് വേണമെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഗുണവും കൂടെ ഇതിൽ ഉണ്ട്. നിങ്ങളുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്നും ഏറ്റവും മികച്ച റേറ്റുള്ള ഒരു ഇൻട്രസ്റ്റ് റേറ്റ്, അതും 100% RBIയുടെ സുരക്ഷിതത്വത്തോടു കൂടി കൃത്യമായിട്ടുള്ള ഫ്ലെക്സിബിലിറ്റിയോട് കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനായിട്ട് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്റ്റേബിൾ മണി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 3 ബാങ്കുകളിൽ നമ്മൾ ചെല്ലാതെ തന്നെ വിദേശ രാജ്യത്ത് ഇരുന്നു കൊണ്ട് നിക്ഷേപിക്കാൻ. ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കാണ്. അതിലെ 1 ഇയർ ഡെപ്പോസിറ്റുകൾ 90,000 രൂപ വരെ നമുക്ക് വിദേശത്ത് ഇരുന്നു കൊണ്ട് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരുത്താൻ സാധിക്കുമെങ്കിൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ശിവാലിക് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ബാങ്കിലും ഇതേപോലെ തന്നെ 1 ഇയർ ഡെപ്പോസിറ്റുകൾ 90,000 രൂപ വരെ നിക്ഷേപിക്കാം. അതുപോലെ ശ്രീറാം ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് സ്ഥാപനത്തിന്റെ എല്ലാ FDകളിലും നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ഡെമോയിൽ കണ്ടതുപോലെ നമുക്ക് പാൻ കാർഡ്, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ, SBI അക്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ സ്റ്റേബിൾ മണിയിൽ പൈസ നിക്ഷേപിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ചെറിയ ഡ്യൂറേഷനിൽ പോയിട്ടുള്ള ആളുകൾക്ക് ഈ കണ്ടീഷനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേബിൾ മണിയുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഫിക്സഡ് ഡെപ്പോസിറ്റുകളെ പറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ സീരീസിന്റെ മറ്റ് 2 പാർട്ടാണ് ഇവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കും.